സബാന അല്ലേ? ഒരു പേര്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞങ്ങൾ നല്ലൊരു സന്തോഷത്തിന്റെ ദിനത്തിലാണ്. എൻ്റെ പേര് ഷമീർ മുക്കാണ്. എൻ്റെ കൂടെ വരും. ഒരുപാട് വിവാഹങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഓട്ടിസം ബാധിച്ച കുട്ടികൾ അല്ലെ, വികലാംഗരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമൂഹ വിവാഹങ്ങൾ ഉണ്ടാക്കി അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം തെളിയിക്കുന്ന മഹതി വ്യക്തിയാണ് മൂപ്പരക്കാര്. മുമ്പ് തന്നെ പറയും എത്ര വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം 191ാമത്തെ വിവാഹമാണ് ഇപ്പൊ നടക്കുന്നത്. അതെ അതെ, അതായത് 450ഓളം വിവാഹങ്ങൾ സെറ്റായിട്ടുണ്ട്. പറഞ്ഞു. നമുക്ക് ഏകദേശം 4 സംഗമമാണ് തണൽമരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇതിപ്പോ നടന്നത് എറണാകുളം നടന്ന സംഗമത്തിന് സെറ്റായ വിവാഹമാണ്. അതിന് ഈ 4 സംഗമത്തിൽ നിന്ന് 400 വിവാഹങ്ങൾ സെറ്റായി. അതിൽ നിന്ന് ഇപ്പൊ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നത് 191 വിവാഹങ്ങൾ നടത്തി. 191ാമത്തെ വിവാഹമാണ് ഇന്ന്. അപ്പൊ ഈ കഴിഞ്ഞ തിരൂര് നടന്നു, ഒരുപാട് വിവാഹങ്ങൾ നടന്നു. ഇനിയിപ്പോ തൃശ്ശൂർ ജില്ലയിൽ നടക്കാൻ പോവാ, കൊടുങ്ങല്ലൂര്. അങ്ങനെ ഈ ഭിന്നശേഷി മക്കള് നമ്മൾ ഈ വേദിയിലേക്ക് വരാനുണ്ടായ കാരണം 4 ഭിന്നശേഷി മക്കൾ ഒരു ആശയം പങ്കുവെച്ചു. ഗവൺമെന്റ് തലത്തിലും ജനങ്ങളുടെ സപ്പോർട്ടിലൊക്കെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു കുടുംബ ജീവിതം ഇല്ല, അതിനാരും മുന്നോട്ട് വരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2023 വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന് കേരളത്തിലെ 14 ജില്ലകളിലെ ഭിന്നശേഷിക്കാർ വന്ന് ആദ്യം ഞങ്ങൾ താനൂര് അറേബ്യൻ പ്ലാസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. അതിൽ 130 വധുവരന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ 2024 തിരൂര് സെഫിയ ഓഡിറ്റോറിയത്തിൽ നടന്നത് 230 വധുവരെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ 2025 എറണാകുളം തമ്മനം പള്ളിപ്പടിയിൽ വെച്ച് നടന്ന MPM ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ തെരഞ്ഞെടുത്ത കുട്ടികളാണ് ഇവര്. അതിനുശേഷം 2025 തിരൂര് പൂയിക്കുന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന അതിലും 60ഓളം വധുവന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ വളരെയേറെ ഒരു സന്തോഷത്തിന്റെ ദിനത്തിലാണ് ഞങ്ങളുള്ളത്. കാരണം ഈ ഭിന്നശേഷി മക്കൾക്ക് അവർക്കൊരു വിവാഹ സ്വപ്നം ആരും കാണുന്നില്ല. കാരണം ഇതുപോലത്തെ അല്ല, തണൽമരം ഫൗണ്ടേഷനെ പോലുള്ള മറ്റുള്ള എല്ലാ സംഘടനകളും നമ്മളത് ചെയ്തതിനു ശേഷം ഒരുപാട് സംഘടനകൾക്ക് മാതൃകരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇങ്ങനത്തെ മക്കൾക്കൊരു സൗഭാഗ്യം കിട്ടിയാല് ഇവരെ മുഖത്തുള്ള ആ പുഞ്ചിരി മതിയല്ലോ നമ്മളെ മനസ്സിനറിയാണ്. സാമ്പത്തികമായിട്ട് നമുക്കൊന്നും വേണ്ട, ഇവര് വരുന്ന ആ പുഞ്ചിരി, ഇവരുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ മറ്റുള്ള ഭിന്നശേഷി മക്കളെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിവാഹം നടന്നത്. അതുപോലെ ഇവരെ പോലത്തെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തകർ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ഉള്ള എല്ലാ പിന്തുണയും നമുക്കുണ്ട്. സംഘടനയുടെ പേര് പറയുന്ന നിങ്ങളെ പേര് ഞാൻ മുസ്തഫ താനൂരാണ്, തണൽമരം ഫൗണ്ടേഷന്റെ ചെയർമാനാണ്. ഇവിടെ സെക്രട്ടറിമാരുണ്ട്, വൈസ് ചെയർമാരൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ട്രസ്റ്റിന്റെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഒരു സേവനത്തിൽ ഒരുപാട് കേരളത്തിലെ എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്ത് നമുക്ക് പിന്തുണയും പ്രാർത്ഥനയും നൽകുന്നുണ്ട്. ഒന്നാമത് വീട് ചെയ്യാൻ കാരണം ഇതേപോലുള്ള മാതാപിതാക്കൾ മുന്നോട്ട് വരണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ഒരുപാട് ഉള്ളറകളിൽ, ചുമരിന്റെ ഉള്ളറകളിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അത് നമ്മൾ കണ്ടറിയണം. കണ്ടറിഞ്ഞിട്ട് അവർക്കൊരു ജീവിതവും അവരുടെ സന്തോഷത്തിൽ നമ്മൾ ഉൾപ്പെടണം. അവരുടെ ജീവിതത്തിൽ നമ്മളൊരു ഭാഗമാകണം. എന്നാൽ അതിന് ഒരു വഴി ഒരുക്കുകയാണ് തണൽമരം ഫൗണ്ടേഷൻ. തണൽമരം ഫൗണ്ടേഷൻ ഒരുപാട് ഞാൻ യാദൃശികമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. ഞാൻ ഇടുക്കിയിൽ പോകാൻ നിന്നൊരാളായിരുന്നു. ഞങ്ങള് ഫാത്തിമ ചെയർപേഴ്സണാണ്, ജീവകാരുണ്യ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇടുക്കിയില് മന്ത്രി റോബിൻ ആസ്റ്റിന്റെ ഒരു പരിപാടിക്ക് പോകാൻ നിന്നപ്പോ അവിടെ ഡാം തുറന്ന് അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചിട്ട് ഒരു കല്യാണത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ സന്തോഷമായി. കാരണം ഇടുക്കിയിലെക്കാട്ടും വലിയൊരു കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പൊ ഇതേപോലുള്ള സംഘടനകൾ ഒരുപാടുണ്ട്, അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ ഇങ്ങനത്തെ കുട്ടികളെ സമൂഹത്തില് ഉന്നതിയിൽ എത്തിക്കാൻ ഓരോ കുടുംബവും, ഓരോ വ്യക്തികളും, ഓരോ സമൂഹവും മുന്നോട്ട് വരണം. കാരണം ഇത് പടച്ച റബ്ബ് കൊടുത്തതാണ്, നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും, മനസ്സുണ്ടാവും, സന്തോഷം ഉണ്ടാവും. നിഷ്കളങ്കമായ കുട്ടികളാണ്. ഇവർക്ക് എല്ലാവിധ ജീവിത ഭാവങ്ങളും നേരുന്നു. സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും. ഫാത്തിമ ഇതെന്ന് പറയണ്ടോ? അല്ലെ, സന്തോഷല്ലേ? ഫാത്തിമാന്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഫാത്തിമ ഒന്നും പറയാതെ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. കാരണം അപ്പൊ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഭാഗം ഒരു വിരുന്നുണ്ട്. ഇവരുടെ നാട് എവിടെയാണ്? ഇവര് കൊല്ലം ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ അടുത്ത മാസം വരുമ്പോ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരും കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 31-ാം തീയതി ഭിന്നശേഷി മക്കള്, കാരണം അവർക്ക് ഒരുപാട്
അതുപോലെ തന്നെ ഈ മാസം 31 തിരൂര് സമുച്ചയം പാർക്കിൽ വെച്ചിട്ട് ഭിന്നശേഷി മക്കൾ 200ഓളം ഭിന്നശേഷി മക്കള് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവർക്ക് വായിക്കാനുണ്ട്, പിന്നെ എഴുതാനുണ്ട്, അതുമാതിരി പാട്ട് പാടാനുള്ള കഴിവ്. ആ കഴിവുകള് സമുച്ചയം പാർക്കിൽ വെച്ച് ഞങ്ങൾ നടത്തുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ദാമ്പത്യങ്ങളായിട്ട് അവിടെ എത്തണം ഈ മാസം 31 അവർക്ക് ഒരുപാട് എൻജോയ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. കാരണം അവരുടെ നിഷ്കളമായ ആ ചിരി, ആ ഒന്നുമില്ല, നമ്മള് അവിടെയൊക്കെ പ്രാർത്ഥന പടച്ചം കേൾക്കും. എനിക്കൊക്കെ ഞാൻ എപ്പോഴും വേദി പറയാറുള്ള ഇതിന്റെ മാതാപിതാക്കളൊക്കെ സ്വർഗത്തിലാണ്. കാരണം ഈ മക്കളെ ഞങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. 24 മണിക്കൂർ മാതാപിതാക്കൾ ഇവരെ സംരക്ഷിച്ച് ഇവരെ നോക്കിയേക്കാം. അപ്പം സ്വർഗം ദൈവം പറഞ്ഞിരിക്കണമെങ്കിൽ അത് ഇതുപോലെ ഭിന്നശേഷി മക്കളെ ആ മാതാപിതാക്കളാണ്. അതുപോലെ ഇവരെ ചേർത്ത് പിടിക്കുന്നവര്, അവരെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിക്കണം. അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കാളിയാക്കണം. അങ്ങനെ ഞങ്ങൾ ഈ തണൽമരം ഫൗണ്ടേഷനെ ഇവരെ ടൂറ് കൊണ്ടുപോയിട്ടും ഇവരെ കടലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും വീൽചെയറിന് ഒന്നിട്ട്. ഇവരെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം അത് നമ്മുടെ സന്തോഷമാണ്, നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അങ്ങനെ മാറിയെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. അപ്പൊ ഇൻഷാല്ല എത്രാം തീയതി? 31 തീയതി എവിടെ വെച്ചിട്ടാണ്? തിരൂര് സമുച്ചയ പാർക്കിൽ വെച്ചിട്ട്. 31 തിരൂര് സംശയ പാർക്കിൽ വെച്ചിട്ട് മഹാ ഭിന്നശേഷി സംഗമം നടക്കുകയാണ്. അതിന്റെ തണൽമരം ചെയർമാനായ മുസ്വാക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇൻഷാല്ല ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം. കാരുണ്യത്തിന്റെ വർഷം ചൊരിയുന്ന, കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്ത് വൻ വിജയമാക്കി കൊടുക്കണമെന്ന് എന്റെ പേരിൽ, ഞങ്ങളുടെ സംഘടനയുടെ പേരിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ പറയാണ്. ഇൻഷാല്ല എല്ലാവരും അവിടെ എത്തിപ്പെടണം. ഇൻഷാല്ല.